എന്റെ വീട്ടിൽ ഇരുന്ന വാച്ച് എടുത്തോണ്ട് വന്ന് വാച്ച്മാനാന്ന് പറഞ്ഞോണ്ട് താൻ എന്തോ വാച്ച് ചെയ്യുന്ന ഇവിടെ ഇരുന്ന്? ഞാൻ വാച്ച് ചെയ്യായിരുന്നു മോനെ. ആര്? നിങ്ങളുടെ അമ്മമ്മയുടെ നേരെ വാച്ച് ചെയ്യായിരുന്നു ഇങ്ങനെ ഉറക്കത്തിലിരുന്ന്? അത് ഞാനൊന്ന് വെറുതെ ഒന്ന് തല ചാച്ചതാ. തന്നെ ഞാൻ എന്തിനാ ഇവിടെ നിർത്തിയേക്കുന്നത്? ഇതാണെന്നോ സെക്യൂരിറ്റിയുടെ വേഷം? ഇത് എന്തുവാ? താനെന്തോ ശബരിമലയ്ക്ക് പോകുന്നുണ്ടോ? മോനെ മണ്ഡലകാലൊക്കെ തുടങ്ങിയില്ലേ? മണ്ടയ്ക്ക് ഓർമ്മ തരും ഞാൻ കേട്ടോ. എനിക്ക് 2 ദിവസത്തെ ലീവ് വേണം. ഒഴുന്നേറ്റ് മോനെ എന്താ വെച്ചാല് ഞാൻ ഇന്നലെയൊക്കെ 2-3 ദിവസമായിട്ട് മോളെ വല്ലാതെ സ്വപ്നം കണ്ടു. സ്വപ്ന മോളെ. അപ്പം മോള് വിളിക്കുക, മാമ ഇങ്ങോട്ട് വാ, 2 ദിവസം ഇവിടെ നിൽക്കുക, 2 ദിവസം ഇവിടെ നിൽക്കുക. അപ്പം എന്തോ എനിക്കൊരു പന്തിയെടുക്കും. അങ്ങ് ഭഗവാൻ പറയുന്ന പോലെ തോന്നി. അവിടെ ആകുമ്പോഴത്തേക്ക് വല്ലതും തിന്നും കുടിച്ച് അവിടെ നിൽക്കാം. വല്ലവരും ഉണ്ടാക്കുന്ന എന്തെങ്കിലും കള്ളത്തിൽ ഒപ്പിച്ചേച്ച് ഇവിടെ ആകുമ്പോൾ പണി ചെയ്യണം. എന്റെ പെണ്ണുമ്പിള്ളെ സ്വപ്നത്തിൽ വരണ്ട, അവളെ സ്വപ്നത്തിൽ വരാൻ ഞാനുണ്ട്. കേട്ടല്ലോ? സീ വിടുവേ കാലനായിട്ട്. താനിവിടെ എല്ലാം തുടച്ചോ? ഓ തുടച്ചല്ലോ. എന്തോ തുടച്ചോ? ഇവിടെ മൊത്തം പൊടിയാണല്ലോ. എന്നിട്ട് അത് മോനെ എപ്പോഴും ഇവിടെ ഇങ്ങനെ AC ആയതുകൊണ്ട് ഇങ്ങനെ പൊടി വന്നുകൊണ്ടിരിക്കും. ആ ഒരു കാര്യം ചെയ്താൽ AC ഞാൻ കട്ട് ചെയ്യാൻ പോവാ. താഴെ ചൂടത്തിരുന്നാൽ മതി ഇനി. ഓ AC ആന്ന്. ഇന്നലെ ഒരു ഗ്രേസി ഇവിടെ വരുന്ന ഞാൻ കണ്ടല്ലോ. അതാരാ? അത് താഴത്തെ ആ ഷോപ്പിലുള്ള പെണ്ണുമ്പിള്ളി അടിച്ചു വരുന്നേ. അവര് ചോദിച്ചതാ സുപ്ലമോൻ ഇവിടെ ഇല്ലേ എന്ന്. അവരെ മോക്ക് ഇവിടെ എന്തെങ്കിലും ഒരു ജോലി കൊടുക്കാൻ വേണ്ടി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ സുപ്ലമോൻ്റെ വിത്ത് ഇവിടുത്തെ വാച്ച്മാനാണ്. ഇനി ഞാൻ പോസ്കോ കേസിനോട് ഞാൻ സ്റ്റേഷനിൽ കയറാം. അവിടെ നോക്കാത്തോണ്ട് ഇവിടെ കൊണ്ടുവന്ന് ഞാൻ നിർത്തിയത്. പാവങ്ങളാ മോനെ. മര്യാദക്ക് ഇവിടത്തെ പണിയൊക്കെ ചെയ്ത് 48 മണിക്കൂർ 24 hours ഇവിടെ ജോലി ചെയ്യാമെങ്കിൽ മാത്രം നിന്നാ മതി. 24 hours നിൽക്കണം. പോയി ചായ ഉണ്ടാക്കിണ്ടോ? ആ പോ. കടുപ്പം കൂടുതൽ വേണോ കുറച്ച് വേണം മോനെ? കടുപ്പം കൂട്ടി പറഞ്ഞാൽ ഞാൻ തരട്ടെ? വേണ്ട, ഞാൻ എടുത്തുതരാം. നീയോ? നിന്നോടാണോ പറഞ്ഞിരിക്കാൻ? ഇരി അവിടെ. നീ ഇന്നലെ എന്താ വരാഞ്ഞത്? ഞാൻ ഇന്നലെ ഓൾറെഡി ഇൻഫോം ചെയ്തിരുന്നു അമ്മയ്ക്ക് വയ്യ. ആരോട് ഇൻഫോം ചെയ്തെന്ന്? സാറോട് എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു. ഏ സാറിനോട്? സുബു സാറിനോട്. സുബു സാറിനോട് വിളിച്ചത് എന്നെയോ? എന്നെ വിളിച്ചൊന്നുമില്ല നീ. ഞാൻ വിളിച്ചിരുന്നു അമ്മയ്ക്ക് ഷുഗർ ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം, എനിക്കിന്ന് ലീവ് വേണം എന്നുള്ളത്. അമ്മയ്ക്ക് ഇന്നലെ രാവിലെ ഷുഗർ കയറി വന്നോ? വളരെ എന്നോട് പറയരുത് കേട്ടോ. ഇതിലും വലിയ കമ്പനിയുടെ CEO ആയിരുന്നു ഞാൻ. രാവിലെ 10 മണിക്ക് വന്നിട്ട് 4 മണിക്ക് പോകാൻ വേണ്ടി സർക്കാർ ഉദ്യോഗസ്ഥല്ല. അയ്യോ ഞാൻ കള്ളം പറയുന്നതല്ല. ഇന്നലെ നീ വന്നില്ല, ഇന്ന് അതിലും ലേറ്റ്. ഏത് മുതലാളിമാർ ഇങ്ങനെ സമ്മതിക്കോടി? ഞാൻ എന്റെ സ്റ്റാഫുകളെ ഞാൻ എന്റെ കൂടപ്പറപ്പുള്ളവരെ പോലെ കാണുന്നത്. കൂടപ്പറപ്പുള്ളവരെ പോലെ. ഇവിടെ മുത്തലതി കണ്ടിട്ടുണ്ടോ? സൂപ്പർവൈസർ ആയിട്ടുള്ള ജോലിയാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. ദേവസ്യ അയാൾക്ക് വാച്ച്മാനായിട്ട് വാച്ച് വരെ ഞാൻ മേടിച്ചു കൊടുത്തു. അറിയോ നിനക്ക്? Don't tell me the excuse of the country, of the language, of the power of the woman. First duty, then mummy. Did you get my point? ഞാൻ എഴുതാൻ പറഞ്ഞ എംബോസേഷൻ എന്ത്? അല്ല മറ്റേ പേപ്പറിനകത്ത് സൈൻ ഒക്കെ ചെയ്ത് ഓഡിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞ എന്ത്? അത് ഞാൻ ഇന്ന് ചെയ്യാം. ഇപ്പൊ ചെയ്യണം, എനിക്ക് ഇപ്പൊ കിട്ടണം. ആ മുത്തൂരെ വിളിച്ചോണ്ട് വന്നേ. കന്യാമ്പൽ കടവേലൻ അരയ്ക്കു വെള്ളം അന്ന് നമ്മളൊന്ന് കിഴഞ്ഞില്ലേ. മോളെ എന്താണ് മുഖത്തൊരു മ്ലാനത? ഒന്നുമില്ല ചേട്ടാ. അല്ല പറഞ്ഞോ? ഒന്നും ഉണ്ടാവില്ല എനിക്ക്. മോള് പറഞ്ഞു. നമ്മുടെ സുബു സാറില്ലേ, അവന് തെറ്റി. സുബു സാർ എന്നെ വഴക്ക് പറഞ്ഞു ലേറ്റായി വന്നേന്. ആണോ? അപ്പൊ മോളെന്തിനാ ലേറ്റായി? ചേട്ടാ എൻ്റെ അമ്മയ്ക്ക് വയ്യ. അപ്പൊ ഞാൻ ഇന്നലെ ഫുള്ള് ഹോസ്പിറ്റലിലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് അവിടെ നേരെ ഇങ്ങോട്ട് വന്നത്. അപ്പൊ കുറച്ച് ലേറ്റായി. അതിനാ സുബു സാർ എന്നെ വഴക്ക് പറഞ്ഞു. കഷ്ടായിപ്പോയി. അല്ല അമ്മയ്ക്ക് വയ്യാത്തതിന് മോളെന്തിനാണ് ആ ഹോസ്പിറ്റലിൽ പോയി കിടന്നത്? ചേട്ടാ അമ്മയുടെ കൂടെ ആരെങ്കിലും നിക്കണ്ടേ? അപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടില്. അതുകൊണ്ട് ഞാൻ പോയി നിന്നതാ. ഓ ഷോ. അവനിങ്ങനെയാ മോളെ. അവന് മറ്റുള്ളവരുടെ മനസ്സ് കാണാൻ അറിയില്ല. ഒരു കഠിന ഹൃദയനാ അവനെ. മോള് ഇങ്ങോട്ട് നോക്ക്. എന്നെ അവിടെ ഞാൻ നല്ല വീട്ടിൽ ഷെഫായിരുന്നു. എൻ്റെ ഈ 2 കൈ കൊണ്ട് അവനെ എത്ര ഞാൻ ഉണ്ടാക്കി കൊടുത്താന്ന് പറയും. എന്നിട്ട് ഇവിടെ മാനേജറാക്കാന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ. എന്നിട്ട് ഇപ്പം അവൻ എന്നെ ഒരു വടിയും തന്ന അതിലേക്ക് നിർത്തിക്കുക വാച്ച്മാനായിട്ട്. അവൻ്റെ ഒരു കാര്യേ മോള് കരയണ്ട.
എന്നാലും എനിക്ക് നല്ല വിഷമമായി ചേട്ടാ. വിഷമിച്ചിട്ട് കാര്യമില്ല. ചേട്ടാ ഞാൻ ഇന്നലെ ഒന്നും ഉറങ്ങാതെ ഇങ്ങോട്ട് വന്നതാ. അതിന്റെ ഒരു കുറച്ചെങ്കിലും ഉണ്ടാവില്ല മോളെ. നീ മോള് കണ്ടില്ലേ, 48 മണിക്കൂർ ഞാൻ ആ വടി പിടിച്ച് ഉറങ്ങാതെ അങ്ങനെ ഇരിക്കുക വാച്ചോമ്പടിയായിട്ട്. എന്നിട്ട് അവൻ എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഒരു പൊടിക്ക് ഇല്ല. അതാ മോളെ, ഒരു കാര്യം ചോദിച്ചാൽ മുക്കോ എന്ത് തോന്നുന്നു? എന്താ? ഒരു 50 രൂപ വരുമോ? ഒരു കാലിച്ചായ കുടിക്കാനാ. കാലിച്ചായ കുടിക്കാൻ 50 രൂപയോ? ഇല്ലേ? ഇല്ല. പറഞ്ഞ എത്ര നേരം വെറുതെ. അപ്പൊ ഞാൻ പോയിട്ട് വരാം. എന്നെ ഇങ്ങനെ പറഞ്ഞാ പോരാ. വെറുതെ ഇരിക്കുന്ന പണി തരാം. ചാറ്റിംഗ് ഒക്കെ കഴിഞ്ഞാ? ഇവിടെ നമ്മൾ ശമ്പളം തരുന്നത് ചാറ്റ് ചെയ്യാനല്ല കേട്ടോ, മനസ്സിലായോ? പോട്ടെ. ഇന്നലെ വന്ന ക്ലയന്റിനെ വിളിച്ച് അപ്ഡേറ്റ് ചെയ്തായിരുന്നു? ആ ചെയ്തായിരുന്നു. ആട്ടെ, എന്ത് പറഞ്ഞു? അവര് നാളെ അപ്ഡേറ്റ് തരാന്ന് പറഞ്ഞത്. അപ്പം പിന്നെ ബോസ് പറഞ്ഞിരുന്നു അത് പിന്നെ നാളെ നോക്കിയാൽ മതി. ഒരു ക്ലാരിറ്റി ഇല്ലാത്ത എന്ത്? ഒരു ക്ലാരിറ്റി ആയിട്ട് വിളിച്ച് പറയണ്ട കാര്യങ്ങൾ. അല്ല, ഞാനെല്ലാം ഇൻഫോം ചെയ്തിരുന്നു ബോസിനെ. അപ്പം സുബുനെ? അതെ. എൻ്റെ അടുത്തൊരു തീരുമാനം പറഞ്ഞെങ്കിൽ എന്നോട് പറയണ്ടേ? അല്ല, എൻ്റെ ബോസ് സുബു അല്ലേ? ബോസ് സുബു, പക്ഷെ അവന് കാര്യങ്ങൾ അറിയത്തില്ലല്ലോ. കാര്യങ്ങൾ എന്നോട് പറഞ്ഞാലേ എനിക്കൊരു തീരുമാനം ഉണ്ടാകത്തുള്ളൂ. അന്ന് പോട്ടെ, മിനിങ്ങാന്ന് പറഞ്ഞ ക്ലയന്റിന്റെ കാര്യം എന്തായി? അതെന്താ മിസ്സായി പോയത്? അത് അവർക്ക് ഓക്കെ അല്ല, നമ്മളുമായിട്ടുള്ള ഇത് അവർക്ക് ഓക്കെ അല്ല എന്ന് പറഞ്ഞ് അവർ പോയതല്ലേ. അവർക്ക് എന്തുകൊണ്ട് ഓക്കെ ആയില്ല? നമ്മുടെ ട്രീറ്റ്മെന്റ് ശരിയല്ല. അതെ, ട്രീറ്റ് ചെയ്തത് ശരിയായിട്ടില്ല. അതെ, ട്രീറ്റ് ചെയ്തത് ശരിയാവതല്ല. നമ്മളുമായിട്ടുള്ള ഒരു ഇത് ജെന്യൂൻ ആയിട്ട് അവർക്ക് തോന്നിയില്ല, അതുകൊണ്ട് അവർ പോയി. നമ്മൾ ജെന്യൂൻ ആയിട്ട് എന്തുകൊണ്ടാണ് തോന്നാത്തത്? ഈ ഫോൺ നോക്കിക്കൊണ്ടിരുന്ന എങ്ങനെ ജെന്യൂൻ ആയിട്ട് തോന്നും? ഇവിടെയൊക്കെ മൊത്തം പൊടിയും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെയൊക്കെ ഒന്ന് അടിച്ചിടേണ്ട കാര്യം അറിയത്തില്ല. ഇവിടെ ഗസ്റ്റ് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ഈ പൊടിയൊക്കെ കാണുമ്പോഴത്തേക്ക് എന്താ വിചാരിക്കുന്നത്? ചുമ്മാല ഓരോ ക്ലയൻസും തിരിച്ചു പോകുന്നു. എന്നാ ചെയ്യാനേ? വെറുതെ ശമ്പളം കളയാൻ വേണ്ടിയിട്ട് വെറുതെ ശമ്പളം തരുന്നല്ലേ, ചുമ്മാ കാണാം. ശമ്പളത്തിനുള്ള പണി ഞാൻ എടുക്കുന്നുണ്ടല്ലോ. അത് ഞാൻ ഇവിടെ കണ്ടായിരുന്നു വന്നപ്പോഴേ, മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതാണ് ശമ്പളം തരുന്നത്. പണി കഴിഞ്ഞിട്ടല്ലേ ഞാൻ ചെയ്തേ. അപ്പം മിനിങ്ങാത്ത കസ്റ്റമർ നമ്മുടെ കയ്യിൽ നിന്ന് പോയത് ഇങ്ങനെ ഒരു കാരണം കൊണ്ടാണെങ്കിലും അതെങ്ങനെ ശരിയാവും? നമുക്കൊരു ക്ലയൻസ് വരണ്ടേ? ഇത് ഒരു തീരുമാനം ഉണ്ടാവണ്ടേ ക്ലയൻസിന്റെ കാര്യത്തിൽ? പറ്റില്ലെങ്കിൽ നിർത്തിയിട്ട് പൊക്കോളണം, വീട്ടിൽ ഇരുന്ന് മൊബൈൽ നോക്കിക്കോളണം. ആ എന്നും പറഞ്ഞാൽ അങ്ങനെ എണീറ്റ് പോവാണ്. സർ, ഞാൻ ഈ ജോബ് നിർത്തുക. സർ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഞാൻ ഈ ജോബ് റിസൈൻ ചെയ്യുക. നല്ല തീരുമാനം. ഒരു കുടുംബം ആകുമ്പോഴത്തേക്ക് എന്തായാലും വഴക്കുണ്ട. നീ ഇന്നലെ വന്നില്ല, വന്നോ? ഞാൻ പിന്നെ നിന്നെ അല്ലാതെ ഞാൻ പിന്നെ ഞാൻ എന്നെ തന്നെ വഴക്ക് പറയാൻ വെക്കൂ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ അവിടെ ഇരുന്ന് ചെന്നൈ ഇങ്ങോട്ട് വഴക്ക് പറഞ്ഞു, ഞാൻ ഇവിടെ വന്നിരുന്ന് വഴക്ക് കേട്ടാൽ അപ്പുറത്ത് പോയിരുന്ന് കേൾക്കാം. സർ, ഇതൊന്നും അല്ല കാര്യം. നളിനാക്ഷൻ എന്നെ ഇൻസൾട്ട് ചെയ്തു. എനിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഞാൻ ജോബ് റിസൈൻ ചെയ്യുക. മോളെ എന്ത് റിസൾട്ടാ ചെയ്തവൻ? സാറാണ് എന്റെ ബോസ്. സാറ് പറഞ്ഞാൽ ഞാൻ കേൾക്കും. പക്ഷെ അയാൾ എന്നോട് എന്തിനാ ഓർഡർ ചെയ്യാൻ വരുന്നേ? അയാൾ ആരാ എന്റെ ഓർഡറോ? ആ കുഞ്ഞിരി ഇരി ഇരി അവിടെ ഇരി. പറ, എന്തോ മോടെ പ്രശ്നം എന്തോ? വെറുതെ എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്ത് ആ ഫയൽ എടുക്കുക ഈ ഫയൽ എടുക്കുന്ന പറഞ്ഞ് എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ എന്തിനാ അതൊക്കെ കേട്ട് സഹിച്ചിരിക്കേണ്ട ആവശ്യം? സാറ് പറയുന്ന മാത്രം ഞാൻ കേട്ടാ പോരെ? അത് മാത്രല്ല, സാറെ കുറിച്ചും ദേവസ്യയെ കുറിച്ചും ഭയങ്കര മോശമായിട്ട് അഭിപ്രായം. സാറ് ഭയങ്കര ശ്രീലമ്പടനാണെന്നും പിന്നെ വായില് പറയാൻ പറ്റാത്തതൊക്കെ പുള്ളി വന്ന് എന്നോട് പറയുന്നു. ഏതാ 3ാം ക്ലാസ് തോറ്റവനാ? ഞാൻ ഈ ജോബ് നിർത്തുക. ഇനി എനിക്ക് ഇവിടെ ഇതൊന്നും സഹിച്ചിരിക്കാൻ പറ്റില്ല. Don't worry, now itself within 5 minutes he will reach my home. Okay. Okay. Thanks. You lunge hard? No. I will Google Pay. You go. Thank you. Okay. Happy അല്ലേ?